വിശുദ്ധ മസ്ജിദുൽ അക്സ വളപ്പിലേക്ക് ജൂത കുടിയേറ്റക്കാർക്കൊപ്പം പ്രവേശിച്ച് തീവ്ര ജൂത നിലപാടുകാരനായ ഇസ്രായേൽ മന്ത്രി ബെൻഗിർ നടത്തിയ പ്രകോപനത്തെ ശക്തമായി അപലപിച്ചിരിക്കുകയാണ് UAE. ഇത് പ്രകോപനപരമായ നീക്കവും അസ്വീകാര്യമായ തീവ്രവാദ പ്രവൃത്തിയുമാണെന്നാണ് UAE വിലയിരുത്തുന്നത്. അതിക്രമത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇസ്രായേൽ സർക്കാർ ഏറ്റെടുക്കണമെന്നും ഇതിൽ ഉൾപ്പെട്ട എല്ലാവരെയും പ്രത്യേകിച്ച് മന്ത്രിമാരെയും ഉദ്യോഗസ്ഥരെയും ഉത്തരവാദപ്പെടുത്തണമെന്നും UAE വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഫലസ്തീനികളെ ലക്ഷ്യമിട്ടുള്ള തീവ്രവാദ പ്രചാരണം, സാമൂഹിക അസമാധാനം, സംഘർഷം എന്നിവക്കാണിത് ചെയ്തതെന്നും UAE പറയുന്നു. അൽ-അക്സ പള്ളിയുടെ ചരിത്രപരവും നിയമപരവുമായ പദവി, പുണ്യസ്ഥലങ്ങളുടെ സംരക്ഷണം, പള്ളിയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ജോർദാനിലെ ഹാഷിമി ഭരണകൂടത്തിന്റെ ചുമതല എന്നിവയെ ബഹുമാനിക്കണമെന്നും UAE ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഗസ മുനമ്പിലെ പ്രതിസന്ധി ഘട്ടത്തിൽ ഫലസ്തീൻ ജനതയെ പിന്തുണക്കുന്നതിൽ UAE വഹിക്കുന്ന മുൻനിര സാമൂഹിക പങ്കിനെ അറബ് പാർലമെന്റ് പ്രസിഡന്റ് മുഹമ്മദ് അഹമ്മദ് അൽ യാമാഹി പ്രശംസിച്ചിട്ടുണ്ട്. കപ്പലുകൾ, ട്രക്കുകളുടെ വ്യൂഹങ്ങൾ എന്നീ സഹായങ്ങൾ അയക്കൽ, കരമാർഗം പ്രവേശിക്കാൻ കഴിയാത്ത പ്രദേശങ്ങളിലേക്ക് എയർഡ്രോപ്പ് സഹായം എന്നിങ്ങനെ UAE നിർവഹിക്കുന്ന എണ്ണിയാലൊടുങ്ങാത്ത ദയാപരമായ സംരംഭങ്ങളെ, പ്രത്യേകിച്ചും ഓപ്പറേഷൻ ഷിവൽറസ് നൈറ്റ് 3 പോലെയുള്ള നീക്കങ്ങളെ അദ്ദേഹം പ്രശംസിച്ചു. 7166 ടണ്ണിലധികം മാനുഷിക സഹായങ്ങൾ വഹിച്ചുകൊണ്ട് UAEയുടെ 8ാമത്തെ സഹായ കപ്പലായ ഖലീഫ അൽ അരീഷ് തുറമുഖത്ത് 2 ദിവസം മുൻപ് എത്തിയിരുന്നു. ഓപ്പറേഷൻ ഷിവൽറസ് നൈറ്റ് മുഖേന UAE 80,000 ടണ്ണിലധികം സഹായങ്ങളാണ് ഗസയിൽ എത്തിച്ചത്. ഗസയിൽ ഒരു ഫീൽഡ് ആശുപത്രിയും അൽ അരീഷ് തീരത്ത് ഒരു ഫ്ലോട്ടിംഗ് ആശുപത്രിയും സ്ഥാപിച്ചുകൊണ്ട് UAE മെഡിക്കൽ മേഖലയെ ശക്തമായി പിന്തുണച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് മാനുഷിക സഹായം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ UAEയും ഈജിപ്തും തമ്മിലുള്ള തുടർച്ചയായ ഏകോപനം നിരന്തരം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതിനെ അങ്ങേയറ്റം മാതൃകാപരമെന്നും അൽ യമാഹി വിശേഷിപ്പിച്ചു. Waytonikah.com, the exclusive Muslim matrimonial site.